ഗൈസ് തംബ്നെയിൽ കണ്ടല്ലോ, ഛേത്രി വിരമിക്കാനായോ എന്നുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഒരു വിഷയം എന്നുള്ളത്. കാരണം ഇപ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ തോന്നി. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ആമുഖം എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയാം. സാധാരണഗതിയിൽ ഇപ്പം ഛേത്രിയെ പറ്റി ഒരു ക്രിറ്റിസിസം ലെവലിൽ കുറച്ചായിട്ടെങ്കിലും പറയുന്നൊരു സമയത്ത് വരുന്ന രണ്ട് ടൈപ്പ് കമൻറ്റ്. ഒന്ന് നമ്മുടെ ലെജൻഡാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ലെജൻഡാണ് നമ്മൾ ഒരു കൺസ്ട്രക്റ്റീവ് ലെവൽ ഓഫ് ക്രിറ്റിസിസംസ് ആവാം. ഓക്കെ, അത് അവർക്ക് ആ ഒരു ലെജൻഡറി ഇതുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാന്ന് പറയാം. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരുന്നൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയൊക്കെ KBFC ഫാൻ ആയതുകൊണ്ടല്ലേടാ ഛേത്രിയോട് ഇത്ര വിരോധം എന്ന് ലെവലിലുള്ള കമൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ കോച്ചിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ എന്താ അപ്പം ഭൂരിപക്ഷം ആളുകൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളോട് പോലും ചില സമയത്ത് നമുക്ക് വിമർശിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സോ ഈവൻ കോച്ചിൻ്റെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ കൂടി അത് പറഞ്ഞ പോലെ നമ്മളൊരു ബുള്ളിങ് ലെവലല്ല, പലപ്പോഴും ഒരു ക്രിറ്റിസിസം എന്നുള്ള ലെവലിലാണ്. സോ അത്രയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് നിന്ന് തന്നെ നമ്മളൊരു ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പം ആ ലെവലിലാണ് ഛേത്രിയുടെ തരത്തിലുള്ള വിമർശനങ്ങളാണെങ്കിലും ചെയ്യുന്നത്. ഈവൻ ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ KBFC പറ്റി കുറ്റം പറയുമ്പോൾ ആരും എന്നെ മോഹൻ ബഗാൻ ഫാനോ BFC ഫാൻസോ ഒന്നും ആക്കാറില്ല. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ KBFC ഫാനാണ് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ KBFCയേക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് നമ്മുടെ നാഷണൽ ടീമിനെ അത് കാണുന്നത്. അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും, അല്ലെങ്കിൽ നാഷണൽ ടീം ജയിക്കുമ്പോഴാണ് ഇമോഷണലി ഞാൻ കുറച്ചും കൂടി ആ ഒരു സംഭവമൊക്കെ ഹൈ ഒക്കെ കിട്ടുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. KBFC ഒരു ഇതിലുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെ, അതായത് നമ്മൾ പൊക്കി പറയലും അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മെജോറിറ്റിയെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യങ്ങളും വിത്ത് BGM ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയേണ്ടി വരും. എനിവേ, ഞാൻ വിഷയത്തിലോട്ട് വരാം. ഛേത്രിയുടെ ഒരു കാര്യം, ഛേത്രിയുടെ നിലവിലെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള തർക്കമില്ല. ISL ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നാഷണൽ ടീമിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി. അപ്പം നമുക്കറിയാം അദ്ദേഹം ഒരു ലെജൻഡറി പ്ലെയർ തന്നെയാണ്, അതിൽ യാതൊരു തരം സംശയമില്ല. ഞാൻ ഇപ്പോൾ നിലവിലെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ബംഗളൂരു എഫ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഈ സീസണിൽ 4 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. അതിൽ 2 ഗോളുകളും പെനാൽറ്റിയിൽ നിന്നാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം നാഷണൽ ടീമിൻ്റെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ജൂലൈ മുതൽ ഈ മാർച്ച് വരെ കഴിഞ്ഞ 9 മാസത്തിൽ അദ്ദേഹം അടിച്ചത് ആകെ 2 ഗോളുകളാണ്. അതിൽ 1 പെനാൽറ്റിയാണ് അഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. സോ ദാറ്റ് മീൻസ് നമുക്ക് വിലയിരുത്താം ഈ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ലോ ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് തന്നെ. ഇപ്പോഴാണ് ഇദ്ദേഹം വിരമിക്കണം എന്നുള്ള ഒരു ക്യാമ്പയിൻ ഒരു സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് വിശകലനം ചെയ്യാം. ഇപ്പം ഖത്തറിൻ്റെ ഒരു ലെജൻഡറി പ്ലെയറാണ്, ഏഷ്യയിലെ തന്നെ ടോപ്പ് പ്ലെയേഴ്സിൽ ഒരാളാണ് ഹസൻ അൽ ഐദോസ് എന്ന് പറഞ്ഞ പ്ലെയർ. ഇപ്പം ഖത്തറിൽ അദ്ദേഹം ഞാൻ കഴിഞ്ഞ മത്സരങ്ങൾ കണ്ട സമയത്ത് അദ്ദേഹം ബെഞ്ചിലിരിക്കുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഒക്കെ വരുന്നത് നമുക്ക് കാണാനിടയായത്. പക്ഷേ ഛേത്രിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് സ്റ്റിമാച്ച് അദ്ദേഹത്തെ ബെഞ്ചിലിരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ, ആദ്യ ലെഗ് മത്സരത്തിൽ, എവേ മത്സരത്തിൽ വിക്രം പ്രതാപ് സ്ട്രൈക്കറായിട്ട് കളിച്ചപ്പോൾ നമ്മളൊരു നമ്പർ 10 ഇല്ലാതാണ് ഇറങ്ങിയത്. ആ റോളിൽ ഛേത്രിയെ കളിപ്പിച്ചു. ആ ഒരു മത്സരത്തിൽ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞൊരു മത്സരത്തിൽ ബ്രാൻഡൻ വന്ന സമയത്ത് അതൊരു പുവർ ഡിസിഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന വിധത്തിൽ പെർഫോമൻസ്, കാരണം അദ്ദേഹം പ്യുവർ നമ്പർ 10 ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഛേത്രി ആ പൊസിഷൻ കളിച്ച സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ സീനിയർ പ്ലെയേഴ്സിന് ചില സേ ഉണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് തോന്നിപ്പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും തോന്നാം ഛേത്രി ഇല്ലെങ്കിൽ വേറെ ആര് സ്ട്രൈക്കർ കളിക്കും, ISL ആരുമില്ല. ഈ സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വിക്രം പ്രതാപ് ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റുള്ള പ്ലെയറാണ്, അദ്ദേഹത്തെ അവിടെ കളിപ്പിക്കാവുന്നതാണ്. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ I ലീഗിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ആൽബിയ ക്യാന ഇപ്പം ഒരു 15 ഗോളുകളൊക്കെ അടിച്ച് I ലീഗിൽ തന്നെ ഒരു ഹിസ്റ്റോറിക് ഗോൾ സ്കോർ എന്ന ലെവലിലോട്ട് വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഡേവിഡ് ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റുള്ള പ്ലെയറാണ്. സോ നമുക്ക് എല്ലാ പൊസിഷനിലും I ലീഗ് പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷേ നമുക്ക് ഈ ദാരിദ്ര്യമുള്ള പ്ലെയേഴ്സ്, സ്ട്രൈക്കർ ഇല്ലാത്ത പൊസിഷൻസിൽ ഉറപ്പായിട്ടും സ്ട്രൈക്കർമാരെ എടുത്തുകൂടെ. ഇപ്പം ഇഗോർ സ്റ്റിമാച്ച് വന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്, നമ്മൾ I ലീഗോ ISL ഒന്നും വ്യത്യസ്തമില്ലാതെ എടുക്കുക എന്നുള്ളത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. അതിന് ഈ പറഞ്ഞതുപോലെ ചില സീനിയർ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് ആ ഒരു അലിഗേഷനുമായിട്ട് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം
പലരുടെയും സ്ഥാനങ്ങളൊക്കെ പോകുമെന്നുള്ള ലെവലിലാണോ അത് ചിന്തിക്കപ്പെടുന്നത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന നിലയിൽ പറഞ്ഞാണ്. നമ്മൾ നാഷണൽ ടീമിൻ്റെ ഒരു പെർഫോമൻസ് ഇത് നമ്മളത് ഉയർച്ചയിലേക്ക് എത്തണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ സെൽഫിഷ്നെസ് ഒക്കെ മാറ്റി വെക്കുക. ഇപ്പം എൻ്റെ ചേത്രിയുടെ വിരമിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ അദ്ദേഹം ഒറ്റയടിക്ക് വിരമിക്കണമെന്നുള്ളൊരു ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തിൻ്റെ 40കളിലാണ് അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിനൊരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വിരമിക്കൽ മത്സരമൊക്കെ കൊടുത്തതിന് ശേഷം തന്നെ വിരമിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗെയിം ടൈം കുറയ്ക്കണം. ഇപ്പം ആദ്യ 11 എന്നുള്ളത് അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിലൊക്കെ വന്നൊരു സൂപ്പർ സബ് എന്ന നിലയിൽ കളിക്കാനുള്ള ഒരു ലെവലിലോട്ട് കളിപ്പിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്കൊരു നമ്പർ 9 നമ്മുടെ സീനിയർ ടീമിൽ വളർത്തിയെടുക്കാനും സാധിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആ ഒരു ലെവലിൽ അദ്ദേഹം കൂടി ചിന്തിക്കണം, ആ ലെവലിൽ വർക്ക് ചെയ്യണം. സോ നമുക്ക് ഇനിയും 40 വയസ്സെന്ന നിലയിൽ നിൽക്കുന്ന ചേത്രിയെ നമുക്ക് സ്ട്രൈക്കിംഗ് സോൺ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നെക്സ്റ്റ് പ്ലെയറിലേക്ക് പോയേ പറ്റുള്ളൂ, അത് ഒബ്വിയസ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് എഴുതുക. കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമ്പോസ് എഴുതുക. ഒരു കാണിക്കാനാണ് സൈനിങ് ഓഫ്.